ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾ എടുത്തിട്ട് കുറച്ച് ദിവസമായിട്ടോ. ഇത് പെട്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചാണ് ഒരു കോഴിക്കോട് പോകണമെന്ന്. അപ്പോൾ രാവിലെ തന്നെ എന്നെയും ആ കുഞ്ഞൂസിനെയും കൂടി കോഴിക്കോടേക്ക് പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കുന്നമംഗലത്തുള്ള ഫാമിലി വെഡിങ്. അത്യാവശ്യം നല്ല കളക്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഇഷ്ടമുള്ളവർക്കൊക്കെ അവിടെ ഒന്ന് മേടിക്കാട്ടോ. അങ്ങനെ ഞങ്ങൾ പോയത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിനായിരുന്നു. വണ്ടിക്കിൽ കുറച്ച് ചെറിയ പണികളുണ്ടായിരുന്നു. അപ്പോൾ അത് ശരിയാക്കാനായിട്ട് ഞങ്ങൾ കോഴിക്കോട് അത് കൊടുക്കാനാണ് പോയത്. അതിനുശേഷം വണ്ടി ശരിയാക്കാൻ വേണ്ടി കൊടുത്തിട്ട് ഞങ്ങൾ നടക്കുവാണ് ഗൈസ്. നല്ല വെയിലാണ്. ഞങ്ങൾ പോകാൻ തീരുമാനിച്ചത് സരോവരം പാർക്കില്ലേ, കോഴിക്കോട്. അവിടെയാണ്. ഞങ്ങൾ ഇതുവരെ അങ്ങനെ പോയിട്ടില്ല. അപ്പം ഞങ്ങൾ നടക്കുന്ന വഴിയിൽ നമുക്കൊരു കാര്യം കാണാൻ പറ്റും, കാലിക്കറ്റ് ട്രൈഡ് സെൻറ്റർ. അപ്പോൾ ഇവിടെ വെച്ചാണ് ഒരുവിധം വലിയ വലിയ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നത്. നമ്മുടെ ഈ കോഴിക്കോട് ഈ ട്രൈഡ് സെൻറ്ററിലാണ്. വലിയ ഒരു എന്താ പറയുക, സ്പേസ്, ഒരുപാട് പേർക്ക് ഇരിക്കാനുള്ള, ഒരു 3000 പേർക്ക് ഒറ്റ ടൈമിൽ ഇരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്പേസൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ സരോവരം പാർക്ക്. അവിടെ നമുക്ക് എൻട്രൻസിന് ഫീസ് അടയ്ക്കാനുണ്ട്. അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് 20 രൂപ. പിന്നെ വീഡിയോസൊക്കെ എടുക്കുകയാണെങ്കിൽ അതിന് പ്രത്യേകം 100 റുപ്പീസ്. ഈ വീഡിയോ ഫോട്ടോഷൂട്ട് അങ്ങനെയൊക്കെ എടുക്കുന്നവർക്കൊക്കെ അപ്പോൾ അതിന് സ്പെഷ്യലായിട്ട് ക്യാഷ് അടയ്ക്കണം. അപ്പോൾ നമ്മളെ അങ്ങനത്തെ സെൽഫി സ്റ്റിക്ക് ഒന്നും കൊണ്ടുപോകാൻ അവർ അനുവദിക്കത്തില്ല. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം പൈസ അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് നമ്മുടെ സരോവരം പാർക്ക്. നല്ല മരങ്ങൾ, ഒരുപാട് മരങ്ങളായിട്ട് ചുറ്റപ്പെട്ട് നല്ല കാറ്റാണ്. നമ്മുടെ ഈ ചൂട് സമയത്ത് പോയിരിക്കാൻ പറ്റിയ ഒരു സ്പേസാണ്. നല്ല കാറ്റ്. എന്ത് രസമാണ് അവിടെ ഇരിക്കുമ്പോഴെന്നറിയുമോ, നമ്മൾ ഭയങ്കരമായിട്ട് ഫ്രഷപ്പ് ആവും. പിന്നെ അവിടെ കുറേ കാര്യങ്ങൾ അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അവിടെ ഉണ്ടെന്ന് പറയുന്നു, പക്ഷെ എനിക്ക് വലുതായിട്ടൊന്നും കാണാൻ പറ്റില്ല. അങ്ങനെ നമുക്ക് ഒരുപാട് സംഭവങ്ങളൊന്നും അവിടെ കാണാൻ പറ്റില്ല. കുറച്ച് ചെറിയൊരു കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ പറ്റിയ ഒരു പാർക്കുണ്ട് അവിടെ. അത് കണ്ടപ്പോൾ കുഞ്ഞൂസ് ഒരുപാട് ഹാപ്പിയായി. പിന്നെ കുറേ നേരം ഞങ്ങൾ ആ പാർക്കിൽ തന്നെ കളിച്ചു. പിന്നെ കുറേ നമുക്ക് നടക്കാനും ഇരിക്കാനും പറ്റിയ കുറേ സ്പേസൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ വെള്ളം കാണുന്നത്. ഇവിടെ ആദ്യം മുമ്പ് ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർ ബോട്ടിംഗ് ഒക്കെ നിർത്തി വെച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നല്ല ഭംഗിയാണ്. നല്ല ചുറ്റിലും മരങ്ങളും പച്ചപ്പ് മാത്രമേ കാണാനുള്ളൂ. നമ്മൾ ശരിക്കും ഒരു കാടിനുള്ളിൽ പോയ പോലെ നമുക്ക് തോന്നും. ഒരു കാട് തന്നെയാണ് ഒരു സരോവരം പാർക്ക് എന്ന് പറയുന്നത്. എല്ലാവർക്കും വൈകുന്നേരങ്ങളിൽ, പകൽ സമയങ്ങളിൽ, ചൂട് സമയങ്ങളിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ, അവർ വൈകുന്നേരം വരെ എൻട്രൻസ് ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കൃത്യമായിട്ട് എനിക്ക് അറിയില്ല. പിന്നെ ഒരു കഫ്റ്റേരിയ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഐസ്ക്രീം, വെള്ളം, അങ്ങനത്തെ കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റും. പിന്നെ ഒരുപാട് കോളേജ് സ്റ്റുഡൻസ്, ഫാമിലീസ് അങ്ങനെ വരുന്ന ഒരു സ്ഥലമാണ്. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ നല്ല എന്താ പറയുക, കിഡ്സിന് പറ്റിയ കുറേ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. സോ ഭയങ്കര ഹാപ്പിയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഒരു ഓട്ടോയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. ഗൈസ്, നമുക്ക് വൈകുന്നേരം വൻപയറും വെള്ളരിക്കയും കൊണ്ട് ഒരു കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ കുതിരാനിട്ട വൻപയറും, പിന്നെ ഒരു വെള്ളരി, പിന്നെ ആവശ്യത്തിന് പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1.5 സ്പൂൺ മുളക് പൊടിയും, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് കുക്കറിൽ വെച്ച് ഒരു വിസിലിന് വേവിച്ചെടുക്കണം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. നമുക്ക് ചോറിന്, കഞ്ഞിക്കൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല കറിയാണ്. അപ്പം നമുക്ക് അതിന് മസാല തയ്യാറാക്കാനായിട്ട് 5-6 വെളുത്തുള്ളി, ഒരു സവാളയാണ് ഇട്ട്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ ഉള്ളി ഇടാം. ജീരകം, തേങ്ങ, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഒരു ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഈ സമയത്ത് നമ്മുടെ കുക്കറിലെ വിസിലൊക്കെ പോയി നമ്മുടെ പയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ജാറിലുള്ള വെള്ളം ജാറൊന്ന് കഴുകിയിട്ട് മസാലക്കൂട്ടും കൂടി ചേർത്ത് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
എന്നിട്ട് ഇനി നമ്മുടെ കൊഴുപ്പിനനുസരിച്ച് കുറച്ചുകൂടി വെള്ളം വേണമെങ്കിൽ അത് വേണമെങ്കിൽ ഒഴിക്കാം. ഞാൻ അധികം വെള്ളം ഒഴിക്കുന്നില്ല. നമുക്ക് അധികം ലൂസാകുകയും വേണ്ട, അധികം കൊഴുപ്പാകുകയും വേണ്ട. ഇതാണ് ഞങ്ങളുടെ പരുവത്തിനുള്ള കേട്ടോ. നന്നായിട്ട് തിള വന്നതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിനി താളിക്കണം. താളിക്കാനായിട്ട് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, കറിവേപ്പില, ചെറിയ ഉള്ളി, വറ്റൽമുളക് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുത്ത ശേഷം നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല ചൂടൻ ചോറിലോട്ട് കോരി ഒഴിച്ച് എന്താ രുചി എന്നറിയാവോ. ഒരു മുട്ട പൊരിച്ചതോ ഒരു മീൻകറിയുടെ ചാറോ മീൻകറിയോ ഒക്കെ കൂട്ടി നമുക്ക് കഴിക്കാൻ പറ്റും. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ ഗായ്സ്.